നമുക്ക് ഈ കൃഷി ചെയ്യാൻ ഒരു ഏക്കർ സ്ഥലങ്ങളൊന്നും വേണ്ട. ഇതിപ്പോൾ ടെറസിൻ്റെ മുകളിലാണ് നമ്മൾ ഈ അക്വപോണിക്സ് ചെയ്തിരിക്കുന്നത്. 30 ലിറ്ററിൻ്റെ ഇങ്ങനെയുള്ള പോർട്ട് നമ്മൾ നിരത്തി വെക്കുക. അതിൽ 1 ഇഞ്ചിൻ്റെ പൈപ്പാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. എല്ലാം 1 ഇഞ്ചിൻ്റെ പൈപ്പാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഈ 30 ലിറ്ററിൻ്റെ ഒരു പോർട്ടിൽ നമ്മൾ 2 ഇഞ്ച് മേലായിട്ടൊരു 3/4 ഇഞ്ചിൻ്റെ ഒരു ഹോൾ ഇടുക. അത് കഴിഞ്ഞാൽ 1/4 റെഡ്യൂസർ ടീ ആണിത്. ഈ ടീ 3/4 ഇഞ്ച് പൈപ്പുമായിട്ട് MTയും FT ആയിട്ട് ഇതിനകത്ത് കണക്ട് ചെയ്യുക. എന്നിട്ട് നമ്മളൊരു 3/4 ഇഞ്ചിൻ്റെ ഒരു പൈപ്പ് വീണ്ടും ഫിറ്റ് ചെയ്തിട്ട്, ഇപ്പോൾ ഇങ്ങനെയുള്ളൊരു പോർട്ടിൽ നമുക്ക് ഇതെടുത്തു കഴിഞ്ഞാൽ 6 ഇഞ്ച് സൈസ് വരെ ഈ വെള്ളം കയറിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതൊന്ന് റെഡ്യൂസ് ചെയ്യാണ്. ഒരു 45 എൽബോ കൊണ്ട് ഒന്ന് ചെരിച്ചെടുത്തു കഴിഞ്ഞാൽ ഒരു 2 ഇഞ്ച് താഴെ വരെ ഈ ഒരു വേസ്റ്റെല്ലാം കിട്ടുന്ന രീതിയിൽ നമുക്ക് കാണാം. ഇങ്ങനെ ഉപയോഗിക്കുക. ഇതാണ് നമ്മളെ മെറ്റൽ ഗാർഡ്. 3 ഇഞ്ചിൻ്റെ PVC പൈപ്പ് കൊണ്ട് ഉപയോഗിച്ചാണ് മെറ്റൽ ഗാർഡ്. നിറയെ ദ്വാരങ്ങളിടുക. പിന്നെ ഇതിൻ്റെ ഹൈറ്റിനനുസരിച്ചിട്ട് ഒരു 3/4 ഇഞ്ച് ഹോൾ ഇവിടെ ഇടുക. എന്നിട്ട് ഇങ്ങനെ വെക്കുക. ഇതാകുമ്പോൾ നമുക്ക് ഇതിൽ മെറ്റൽ ഈ കാണുന്ന ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട മെറ്റലാണ്. ഒക്കെ നമ്മൾ ഈ ഒരു കാണുന്ന മാർക്ക് വരെ നമ്മൾ നിരക്കും. അത് കഴിഞ്ഞാൽ ഈ പച്ചക്കറി തൈകളൊക്കെ നട്ട് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വേരുകളുടെ ഒരു പ്രശ്നങ്ങൾ വരും. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു മെറ്റൽ ഗാർഡ്. ആദ്യം നമ്മളൊരു 3 ഇഞ്ചിൻ്റെ നെറ്റ് പോട്ടായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അതാകുമ്പോൾ നമുക്ക് ഇങ്ങനെ എടുത്ത് മെറ്റൽ ക്ലീൻ ചെയ്യേണ്ട ആവശ്യം വരും. അതിനായിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു മെറ്റൽ ഗാർഡ്. ഈ മെറ്റൽ ഗാർഡാണെങ്കിൽ നമുക്ക് വേസ്റ്റ് എല്ലാം ഇതിന്ന് ഇങ്ങനെ കൈയിട്ട് എടുക്കാൻ സുഖമാണ്. അപ്പോൾ എല്ലാ പോർട്ടും ഇങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത്. ഗ്രോ ബെഡ് കണക്ട് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ഇപ്പോൾ ഇങ്ങനത്തെ പോർട്ട് ആയതുകൊണ്ടാണ് നമുക്ക് ഈ 45 എൽബോൻ്റെ ആവശ്യം വന്നത്. ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു 45 ഡിഗ്രി ഒരു ചെരിഞ്ഞ് നിൽക്കുന്ന ഒരു രീതിയിലാണ് ഇത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ. അപ്പോൾ എല്ലാ പോർട്ടും ഇങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത്. ഇതെല്ലാം 1 ഇഞ്ച് പൈപ്പിലാണ്. 1 ഇഞ്ച് പൈപ്പിലാണ് നമ്മൾ ഇതെല്ലാം കണക്ട് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഗിഫ്റ്റ് തിലാപ്പിയാണ് ഇപ്പോൾ ഇതിൽ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതിന് എയറേഷൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അതിനാണ് ഈ സൈഫൺ വെച്ചിരിക്കുന്നത്. നമ്മൾ ഈ ഗ്രോ ബെഡിൻ്റെ 1 ഇഞ്ച് താഴെ വരെ വെള്ളം കയറണം. അതിന് വേണ്ടിയിട്ടാണ് ഈ സൈഫൺ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ സൈഫണിൻ്റെ പ്രവർത്തനം എന്ന് വെച്ചാൽ ഈ 1 ഇഞ്ച് താഴെ വരെ ഈ സൈഫൻ്റെ ഹൈറ്റ് നമ്മൾ ക്രമീകരിക്കുക. അതിനുശേഷം ഇതിലൂടെ നമുക്ക് വെള്ളം വരും. ഈ വെള്ളം വരും നമുക്ക് ഈ തിലാപ്പിയുള്ള മത്സ്യങ്ങൾക്ക് നമുക്ക് എയറേഷൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അതിനായിട്ട് ഒരു എയറേഷൻ്റെ ആവശ്യമില്ല. നമുക്ക് ഈ ഒരു സൈഫൺ മതി. അതുകൊണ്ട് ഓക്സിജൻ നന്നായിട്ട് ലയിച്ച് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇതൊക്കെ ചെയ്യേണ്ടത്. എല്ലാം സിംഗിൾ പൈപ്പ് അക്വപോണിക്സ് ആണ്. പിന്നെ ഇതിലൊരു പമ്പിൻ്റെ ആവശ്യമുണ്ട്. പമ്പ് സൺസൺ ബ്രാൻഡിൻ്റെയാണ്. സൺസൺ ബ്രാൻഡാണ് ഇത്. സൺസൺ JTB 3800 എന്ന് പറഞ്ഞ പമ്പാണ്. സബ്മേഴ്സിബിൾ പമ്പാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതധികം ചാർജൊന്നും വരില്ല. ഇലക്ട്രിസിറ്റി ഒന്നും അധികം വരുന്നില്ല. 25 വാൾട്ടുള്ളൂ ആകെ വരുന്നത് പമ്പ് വർക്ക് ചെയ്യാൻ. 3800 ലിറ്റർ പവർ അവറിൽ ഉപയോഗിക്കുന്നൊരു പമ്പാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ക്യാഷ് കൂടുതലാണ്. പക്ഷേ നല്ല പമ്പാണ്. നമുക്ക് ദീർഘകാലം ഉപയോഗിക്കാൻ പറ്റിയൊരു പമ്പാണ്. അപ്പോൾ ഇതും ഇങ്ങനൊരു FT ആയിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇങ്ങനൊരു FT ആയിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മളിവിടെ ഒരു വാൾവ് വെച്ചിട്ടുണ്ട്. നമ്മൾ ക്ലീനിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഈ വാൾവ് ക്ലോസ് ചെയ്യാം. ഈ വാൾവ് ഇങ്ങനെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം ഈ വരുന്ന ഗ്രോ ബെഡിൽ വെള്ളം നമ്മളെ ഫിഷ് ടാങ്കിൽ വരില്ല. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വാൾവ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളത് കറക്റ്റായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ ഇതൊന്നും ഒട്ടിക്കാൻ പാടില്ല. ഒന്നും ഒട്ടിക്കരുത്. ഈ കാണുന്ന PVC പൈപ്പൊന്നും ഒട്ടിക്കാൻ പാടില്ല. ഒട്ടിക്കാതെ നമ്മൾ ചെയ്തിരിക്കുന്നത്. എന്നാണല്ലോ ഇതിൽ നമുക്ക് ക്ലീൻ ചെയ്യാനൊക്കെ എളുപ്പം അതാണ്. അപ്പോൾ ഇതിലൊക്കെ കുറച്ച് കാലം കഴിഞ്ഞ് ഇതിൽ വേസ്റ്റ് വരും. അപ്പോൾ നമുക്ക് ഇതൊന്ന് എടുത്തിട്ട് കൊട്ടിയാൽ മതി. വേസ്റ്റ് അങ്ങ് പോവും.
അപ്പോൾ ഇത്രയൊക്കെയുള്ള കാര്യങ്ങൾ. നമുക്ക് ഈ ഒരു അക്വപോണിക്സ് രീതി കൊണ്ട് നമുക്ക് കുറേ ലാഭമാണ്. ഒറ്റ പ്രാവശ്യം മെനക്കെട്ടാൽ മതി, ഒരു പ്രാവശ്യം നമ്മൾ മെനക്കെട്ടാൽ മതി. നമുക്ക് ശുദ്ധമായ മത്സ്യങ്ങളും കിട്ടും, നല്ല പച്ചക്കറിയും കിട്ടും. അപ്പോൾ മീനിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അസോള വളർത്തുന്നുണ്ട്. അസോള ഇട്ട് കൊടുത്താൽ മതി. ഗിഫ്റ്റ് തിലാപ്പിയൊക്കെ അസോള ഒരു നേരം പെല്ലറ്റ് ഫീഡ് കൊടുത്താൽ മതി. നല്ല ശുദ്ധമായ പച്ചക്കറി, നല്ല മത്സ്യങ്ങളും ഇങ്ങനെ ലഭിക്കും. ഇതൊരു 4.25 സെൻറ്റിലാണ് ഒരു വീട്. അതിൻ്റെ ടെറസിലാണ് ഇപ്പോൾ ഈ കാണുന്നതൊക്കെ. ഒരു നാടൻ കോഴിയുടെ ഒരു ഷെഡ് ഉണ്ട്, പിന്നെ ഗ്രോ ബാഗിലെ കൃഷിയൊക്കെ ഉണ്ട്. അപ്പോൾ ഓരോന്നും ഇങ്ങനെ ചെയ്തു വരികയാണ്. കല്ലുകളിലെ ഹരിത വിപ്ലവം നമുക്ക് ഉണ്ടാക്കാം ഇങ്ങനെയുള്ള അക്വപോണിക്സിന് രീതി കൊണ്ട്. ഒന്നുമില്ല, ഈ മത്സ്യങ്ങളെ വളർത്തുന്നു, അവരെ വിസർജനീയ വെള്ളം ഈ ഗ്രോ ബെഡിലെത്തുന്നു. ഇതാണ് ഫിൽറ്റർ. ഇതിൽ നമ്മൾ ചെടികൾ നടുന്നു, അങ്ങനെ പച്ചക്കറികൾ ഉണ്ടാകുന്നു. അത്രയേ ഉള്ളൂ. നമ്മൾ ചെടിക്ക് വളം ഇടണ്ട, വെള്ളം ഒഴിക്കണ്ട, ഒന്നും വേണ്ട. മീനിന് മാത്രം തീറ്റിട്ട് കൊടുത്താൽ മതി. വേറെ ഒരു കാര്യം നമ്മൾ ചെയ്യണ്ട.